സുമനസുകളുടെ സഹായം പാഴായില്ല. ജപ്തി ഭീഷണിയിലായ വീട്ടിൽ നിന്നും ജന്മന തളർന്നു കിടക്കുന്ന മകനുമായി ആലുവ സ്വദേശി ഉദയനും കുടുംബത്തിനും ഇനി തെരുവിലിറങ്ങേണ്ട. സുമനസുകൾ സഹായഹസ്തവുമായി എത്തിയതോടെ കൂലിപ്പണിക്കാരനായ ഉദയൻ തന്റെ വീടിന്റെ കുടിശ്ശിക അടച്ച് ബാങ്കിൽ നിന്നും ആധാരം കൈപ്പറ്റി. ഇക്കാലഘട്ടത്തിൽ മനുഷ്യത്വം നിലനിൽക്കുന്നുണ്ടെന്നതിനുള്ള ഉദാഹരണമാണ് ഒരു നിർധന കുടുംബത്തിന്റെ കിടപ്പാടം തിരിച്ചു കിട്ടിയത്. ജപ്തി ഭീഷണിയിലായ വീട്ടിൽ നിന്നും 37 വർഷമായി തളർന്നു കിടക്കുന്ന മകനെയും കൊണ്ട് എങ്ങോട്ടിറങ്ങുമെന്നറിയാത്ത ദുരവസ്ഥയിലായിരുന്നു കൂലിപ്പണിക്കാരനായ ഉദയനും ഭാര്യയും. ആലുവ നെടുവന്നൂർ തവിടപ്പള്ളി കോളനിയിലെ 4 സെന്റും വീടും ജപ്തി ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതോടെയാണ് കട്ടിലിൽ പോലും കിടക്കാൻ കഴിയാത്ത മകനെയും കൊണ്ട് ഈ കുടുംബത്തിന് തെരുവിലിറങ്ങേണ്ട ഗതികേടിലായത്. കൂലിപ്പണിക്കാരനായ ഉദയന് 4 വർഷം മുമ്പ് പക്ഷാഘാതം വന്ന് കാലുകൾക്കും കൈകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ടതോടെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതായി. ഉദയന്റെയും കുടുംബത്തിന്റെയും ഈ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ് നിരവധി പേർ സഹായവുമായി എത്തുകയായിരുന്നു. 3,03,000 രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ പകുതിയോളം പലിശ ചെങ്ങമനാട് സർവീസ് സഹകരണ ബാങ്ക് ഒഴിവാക്കി നൽകി. സഹകരണ ബാങ്ക് പ്രസിഡന്റ് അസീസ് MJ, സെക്രട്ടറി ജെമി കുര്യാക്കോസ് എന്നിവർ മുൻകൈയെടുത്താണ് പലിശയ്ക്ക് ഇളവ് നൽകിയത്. മകൻ അജയന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായി മൊബൈൽ ഫോൺ എന്ന അജയന്റെ ആഗ്രഹവും ഇതോടൊപ്പം നിറവേറ്റാൻ സാധിച്ചു. തന്റെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് സഹായിച്ച എല്ലാ സുമനസുകൾക്കും ഉദയൻ നന്ദി പറഞ്ഞു. എല്ലാ ജനങ്ങൾക്കും ഞങ്ങളെ മനസ്സറിഞ്ഞ് സഹായിച്ച എല്ലാവർക്കും ഞങ്ങളുടെ കൂപ്പുകൾ എല്ലാവരും ഞങ്ങൾ സഹായിച്ചു. ഞങ്ങൾ ആധാരം ധരിപ്പിച്ചു. ഞങ്ങൾ വീട്ടിലെത്തി. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കടക്കണമെന്നും എല്ലാവരോടും നന്ദി, നമസ്കാരം. ഞങ്ങൾ ആധാരം എടുപ്പിച്ചു. ഇത്തിരി പൈസകൾ ഞങ്ങൾക്ക് കിട്ടിയ സാധനം കൊണ്ട് ഞങ്ങൾ ആധാരം എടുപ്പിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു. എല്ലാവർക്കും, എല്ലാ ചാനലുകൾ പ്രശ്നം ചെയ്ത എല്ലാ ചാനലുകൾക്കും നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, ആലുവ. Nakshatra Gold and Diamonds. Online delivery available all across India.